വെൽക്കം ബാക്ക് ടു ചാനൽ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ 2-ൽ തന്നെ അടുത്ത ഒരു ഞാൻ പറഞ്ഞില്ലേ പാർട്ട് ബിയിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ്. സോ കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് എന്താണ് കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയാം. അഡാപ്റ്റീവ് തിങ്കിങ് ആണ് കൺവേർജൻറ്റ് തിങ്കിങ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു കോൺക്രീറ്റ് സൊല്യൂഷൻ കൊടുക്കുന്ന കൺവേർജൻ്റ് ആയിരിക്കും. അതെന്ത് കൊടുക്കും? ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കൊടുക്കും ഏത് പ്രോബ്ലത്തിനും. ഡൈവേർജൻറ്റ് തിങ്കിങ് വന്നിട്ട് അങ്ങനെയല്ല. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ആയിരിക്കും. ഡൈവേർജൻറ്റ് തിങ്കിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ആയിരിക്കും. പക്ഷേ കൺവേർജൻ അങ്ങനെയല്ല, ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ. പക്ഷേ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ തന്നെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് കൺവേർജൻ ആൻഡ് ഡൈവേർജൻ തിങ്കിങ് വെച്ച് ഡിസൈൻ തിങ്കിങ്ങിലൂടെ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ കൺവേർജൻ ആൻഡ് ഡൈവേർജൻ തിങ്കിങ്ങിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇലുസ്ട്രേറ്റ് ദ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ഫോർ എ ബൾബ് വിത്തിൻ എ ലിമിറ്റഡ് ബഡ്ജറ്റ് ബൈ യൂസിങ് ഡൈവേർജൻ കൺവേർജൻ അപ്രോച്ച്. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ തിങ്കിങ് ആണ്. ഡിസൈൻ തിങ്കിങ് അപ്രോച്ചാണ് വേണ്ടത്. എന്തിൻ്റെയാണ്? ഒരു ബൾബിൻ്റെയാണ്. വിത്തിൻ എ ലിമിറ്റഡ് ബഡ്ജാണ്. ബൈ യൂസിങ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് അപ്രോച്ച്. ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് അപ്രോച്ച് വെച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. യൂസ് ഹാൻഡ് സ്കെച്ചസ് ടു സപ്പോർട്ട് ഏർഗ്യുമെൻറ്റ്സ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലോട്ട് നോക്കാം. സോ നമുക്ക് ആൻസർ എഴുതി നോക്കാം. ആൻസർ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്കറിയാം ഏത് അപ്രോച്ചാണ് ഫസ്റ്റ് ഇവിടെ വന്ന ഡിസൈൻ തിങ്കിങ് അപ്രോച്ചിൽ കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് വരികയാണ്. നമ്മൾ ബൾബ് ഡിസ്റ്റൻസ് ആണ്. സോ കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഓഫ് ബൾബ് എന്ന് നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്തു. കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഓഫ് ബൾബ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് കൺവേർജൻറ്റ് തിങ്കിങ് ആയിരിക്കും. സോ കൺവേർജൻറ്റ് തിങ്കിങ് നമ്മൾ പറഞ്ഞു, കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ ഒരു കോൺക്രീറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഒരു പ്രോബ്ലത്തിന് ഒരൊറ്റ സൊല്യൂഷനെ കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ കാണത്തുള്ളൂ. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. സോ അതാണ് ഫസ്റ്റ് കൺവേർജൻറ്റ് തിങ്കിങ്. സോ കൺവേർജൻറ്റ് തിങ്കിങ് എഴുതാം. കൺവേർജൻറ്റ് തിങ്കിങ്. ഓക്കെ, കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ ഫസ്റ്റ് ബൾബ്, സാധാ ഒരു കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ നമുക്ക് സാധാ ഒരു ബൾബ് കൊടുക്കാം അല്ലേ. സാധാ നമ്മുടെ മറ്റേ ഇൻകാൻഡസൻറ്റ് ബൾബല്ല, അല്ലാതെ ഈ 0 വോൾട്ട് ബൾബില്ലേ, ആ പടം വരച്ചാലും മതി. സാധാ ഒരു ബൾബിൻ്റെ ഡിസൈൻ ഒന്നും അവർ ചോദിക്കില്ല. കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ ജസ്റ്റ് ഒരു ബൾബിൻ്റെ പടം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. സോ ഒരു ബൾബിൻ്റെ പടമാണ് വരയ്ക്കുന്നത്. ഏകദേശം ബൾബ് പോലെ തോന്നണം. ഓക്കെ, സോ ഒരു ബൾബിൻ്റെ പടം ഞാൻ വരച്ചു കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ. എന്നിട്ട് ഈ ബൾബിനെ പറ്റി ഒരു 2 സെൻറ്റൻസ് വർണ്ണിക്കുക. ഇതെന്ത് ബൾബാണ്, എന്തുകൊണ്ടാണ് ഈ ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് എഴുതാം. സോ നമുക്ക് എന്ത് പറയും? ഇതൊരു സാധാ ദിസ് ഈസ് എ ബൾബ് വിത്ത് ടങ്സ്റ്റൻ ഫിലമെൻറ്റ്. ഇതിൻ്റെ അകത്തുള്ള ടങ്സ്റ്റൻ ഫിലമെൻ്റ് ആണെന്ന് പറയാം. ടങ്സ്റ്റൻ ഫിലമെൻറ്റ് വിത്ത് 0 വാട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇറ്റ് കൺസ്യൂംസ് മോർ എനർജി. അങ്ങനെ എന്ത് വേണോ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇതാണ് കൺവേർജൻറ്റ് തിങ്കിങ്. ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഇതിൽ നമ്മൾ കൊടുക്കൂ. ലോ ബഡ്ജറ്റുള്ള ബൾബ്, അതിന് ഒരൊറ്റ സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡൈവേർജൻറ്റ് തിങ്കിങ് നോക്കാം. സോ ഡൈവേർജൻറ്റ് തിങ്കിങ് നോക്കുകയാണെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ നമുക്ക് എന്താ ഞാൻ പറഞ്ഞത്, ഡൈവേർജൻറ്റ് തിങ്കിങ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാം. ഒരു ലോ ബഡ്ജറ്റ് ബൾബാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട. അതിൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് ഡിസൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഒരു ഏകദേശം ഒരു 5 ഡിസൈനെങ്കിലും ഒന്ന് കാണിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഡിസൈൻ നോക്കാം. ആദ്യം ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് LED ട്യൂബ് ലൈറ്റാണ്. നമുക്ക് എന്തൊക്കെ ബൾബ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഏത് ലൈറ്റ് വേണം നിങ്ങൾക്ക് വരച്ച് കാണിക്കാവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് നമുക്കൊരു LED ബൾബ് വരയ്ക്കാം. LED നോക്കാം. LED ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ, ട്യൂബ് ലൈറ്റിൽ അതെല്ലാം ഇപ്പോൾ കൂടുതലും വീട്ടിൽ യൂസ് ചെയ്യുന്ന LED ട്യൂബ് ലൈറ്റാണ്. അതിങ്ങനെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ വരയ്ക്കുക. അതിൻ്റെ അകത്ത് ഇങ്ങനെ LED കുഞ്ഞ് സെല്ലുള്ളതായിട്ട് കാണിക്കുക. സോ ഇങ്ങനെ ഒരു LED, എന്നിട്ട് താഴെ എഴുതുകയും വേണം ഇതെന്താണ് LED ട്യൂബ് ലൈറ്റ് ആണെന്ന് പറയാം. എന്നിട്ട് ഇതിൻ്റെ 2-3 ഫീച്ചേഴ്സ്. ഓക്കെ, ഇതേപോലെ അടുത്തൊരു ഡിസൈൻ നോക്കിക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ എഴുതാം? ഇതിലെഴുതാം ട്യൂബ് ലൈറ്റ് വിച്ച് ഗീവ്സ് മാക്സിമം ബ്രൈറ്റർ ലൈറ്റ്, ഇതായാലും ലെസ് എനർജി കൺസ്യൂം ചെയ്യും. അങ്ങനത്തെ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതിയാൽ മതി. ലെസ് എനർജി ആയിരിക്കും. പിന്നെ നമുക്ക് പറയാം മാക്സിമം ലൈറ്റ് തരും.
അങ്ങനത്തെ പോയിൻറ്റ്സ് എഴുതുക. ഈ ലൈറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഇനി സെക്കൻഡ് ടൈപ്പ് നമുക്ക് എന്ത് ഡിസൈനാണ്? 3-in-1 LED നോക്കാം. 3-in-1 LED ബൾബ് കണ്ടിട്ടില്ലേ? അതായത് ഒരു ബൾബായിരിക്കും അല്ലേ, ഒരു ബൾബ് തന്നെയായിരിക്കും. അതായത് ഒരു ബൾബാണെന്ന് വിചാരിക്കുക. ഈ ഒരു ബൾബിൽ തന്നെ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ലൈറ്റ് തരും. അതായത് ഈ ബൾബിൽ 3 കളേഴ്സ് കാണും. 3 കളേഴ്സ് കാണും. ഏതൊക്കെ കളേഴ്സ് കാണാം? ബ്ലൂ, ഒരെണ്ണത്തിൽ ബ്ലൂ, ഒരെണ്ണത്തിൽ വൈറ്റ്, യെല്ലോ, അങ്ങനെ 3 കളേഴ്സ് ഇതിൽ കൊടുക്കണം. അങ്ങനെ 3-in-1 LED നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് പറയാം. വേറൊരു ടൈപ്പ് നമുക്ക് നാലാമതൊരു ഡിസൈൻ പറയാം. നാലാമത് നമുക്ക് വേറെ ഏത് പറയാം? ഫ്ലൂറസെൻ്റ് ലാമ്പില്ലേ, ഫ്ലൂറസെൻ്റ് ലാമ്പ് പറയാം. നമ്മൾ ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഓക്കെ, ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പ്, മറ്റേ സോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഫ്ലൂറസെൻ്റ് ലാമ്പാണ് വിചാരിക്കുക. ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന ഹെഡിങ് കൊടുക്കുക. ഫ്ലൂറസെൻ്റ് ലാമ്പ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇത് കൺസീവ്സ് മോർ എനർജി, കുറച്ചും കൂടി മോർ എനർജി കൊടുക്കും. കെമിക്കൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് അല്ലേ, കെമിക്കൽസിൻ്റെ കാര്യം. ഹാംഫുള്ളാണ്, അങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, മോർ എനർജിയാണ്, കെമിക്കൽസാണ്, ഇത് ഹാംഫുള്ളാണ്, ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ ഫ്ലൂറസെൻ്റ് ലാമ്പിൽ എഴുതാം. ഇനി നമുക്ക് വേറെ എന്ത് ഡിസൈൻസ് ഒന്നും ചെയ്യാം? ഒന്ന് നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. വേറെ എന്തൊക്കെ ചെയ്യാം? നമുക്കിനി സോളാർ വേണമെങ്കിൽ കൊണ്ടുവരാം ഇല്ലേ, സോളാർ ലാമ്പ് വേണമെങ്കിൽ കൊണ്ടുവരും. ഇഷ്ടമുള്ള ബൾബ് എന്നേ പറഞ്ഞിട്ടുള്ളത്, LED ആണോ ഫ്ലൂറസെൻ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൈവേർജൻ തിങ്ങുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. നമുക്ക് സോളാർ വേണമെങ്കിൽ കൊടുക്കാം. സോളാർ ലാമ്പ്, ഇങ്ങനത്തെ ലാമ്പ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ പിടിയൊക്കെ വന്നിട്ട് ചിമ്മിനിയൊക്കെ പോലെ ഇരിക്കുന്ന ലാമ്പ്, ഇതേപോലെ ഒരു ലാമ്പ് കൊടുക്കണം എന്ന് വിചാരിക്കും. സോളാർ ലാമ്പ് ആകുമ്പോൾ എന്താണ് ഫെസിലിറ്റീസ് എന്താണ്? സോളാർ എനർജി ആയിരിക്കും യൂസ് ചെയ്യുന്ന, സോളാർ എനർജിയാണ്. അതേപോലെ പറയാൻ തോന്നാം എനർജി എഫിഷ്യൻസിയുടെ കാര്യം പറയാം, എനർജി സേവിങ്ങിൻ്റെ കാര്യം, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ സോളാർ ലാമ്പിൽ നമുക്ക്. സോ മൊത്തത്തിൽ ഒരു 5-6 ഡൈവേർജൻ തിങ്ങിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ലാമ്പിൻ്റെ ആയാലും ഏത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുക. സോ ഇതാണ് ഡൈവേർജൻ തിങ്ങുകൾ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവസാനം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സോ നമ്മൾ ഡിസൈനിങ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷൻ ഹെഡിങ് എന്നുണ്ട്, കൺക്ലൂഷനായിട്ട് നിങ്ങൾ എഴുതണം. അതായത് ഡൈവേർജൻ നിങ്ങൾ ഞാൻ ഒരു 5 ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തില്ലേ, ഈ 5 ഡിഫറെൻറ്റ് ലാമ്പ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫീസിബിളായിട്ട് മോസ്റ്റ് ഫീസിബിൾ ഡിസൈൻ ഏതാണെന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിസൈൻ ഏതാണ് നിങ്ങൾക്ക് തോന്നിയ ഡിസൈൻ ഏതാണ്? ബെസ്റ്റ് ഫീസിബിൾ വന്നിട്ട് മെയിൻലി ഇതിൽ ഏറ്റവും നല്ലത് ഏതായിരിക്കും? LED ട്യൂബ് ലൈറ്റ് കുറച്ചും കൂടി നല്ലതാണ് കൺസെപ്റ്റ്സ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നത് LED ട്യൂബ് ലൈറ്റാണ്. കാരണം കൺസ്യൂമേഷൻ കുറവാണ്, ലെസ് എനർജി, മാക്സിമം ലൈറ്റ് തരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ LED ട്യൂബ് ലൈറ്റ് കൂടുതൽ. LED ട്യൂബ് ലൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സോളാർ ലാമ്പ് എഴുതാം. കാരണം സോളാർ എനർജിയാണ്, പക്ഷേ അതിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് വരും. അതുകൊണ്ടാണ് LED ട്യൂബ് ലൈറ്റ് വേണം. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഫീസിബിളായി തോന്നി എന്ത് ഡിസൈൻ വേണോ കൺക്ലൂഷനിൽ കൊടുക്കുക. അപ്പോൾ കൺക്ലൂഷനിൽ ഇങ്ങനെ എഴുതാം, ഡിസൈൻ നമ്പർ 1. ഓരോരുത്തരും നമ്മൾ നമ്പർ ഇട്ടില്ലേ, ആ നമ്പറിൽ ഇങ്ങനെ കൊടുക്കാം. ഡിസൈൻ നമ്പർ 1 ഈസ് മോസ്റ്റ് feasible design. It is the best thinking approach for a bulb within a limited budget എന്നൊക്കെ നമുക്ക് എഴുതാം. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഇതാണ് ഏറ്റവും നല്ലത് നമുക്ക് പറയാം. സോ ഡൈവേർജൻ തിങ്കിങ്ങും കൺവേർജൻ തിങ്കിങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി നെക്സ്റ്റ് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ ദെൻ ബൈ.